ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് നേരെ വന്നിരിക്കുകയാണ്. ഇന്ന് പള്ളിയിൽ 7 മണിക്കായിരുന്നു ആരാധന. ഇപ്പം 9 മണി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഓണമൊക്കെ ഇല്ലേ, അപ്പോൾ ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ നടക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെയൊക്കെ വ്ളോഗ് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും അറിയിക്കാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ ഗൈസ്, അപ്പോൾ ഇന്ന് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു കല്യാണത്തിന് പോകണം. അപ്പോൾ നമ്മുടെ ബന്ധുവിൻ്റെ കല്യാണമാണ്, അപ്പോൾ അങ്ങോട്ട് പോകണം. ചേച്ചിയിലെ മോൻ്റെ നൂല് കെട്ടാണ്, അപ്പോൾ അവിടെയും ഇന്ന് പോകണം. അപ്പോൾ ഇന്ന് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ വ്ളോഗൊക്കെ ഇനി മാക്സിമം അപ്ലോഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇറങ്ങാൻ സമയമാകുമ്പോൾ കാണാം. കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുണ്ട്, അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കാണാം. അങ്ങനെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാറൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴുകി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ നമ്മൾ പോകുന്ന കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തോട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. വരുന്ന വഴിക്ക് തന്നെ ഡീസലും അടിച്ചു. അതോടൊപ്പം തന്നെ ടയറിൽ കാറ്റില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇതവിടെ സൈഡിൽ നിന്ന് ഒതുക്കി ടയറിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ട് ടയർ തന്നെ ചപ്പി ഒക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് ഇറങ്ങിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ നല്ല മഴക്കോളും കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് മഴയൊക്കെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതും നല്ല മഴയായിരുന്നു, കണ്ടില്ലേ? നല്ല മഴയെന്ന് വെച്ചാൽ നല്ല റോഡിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റോഡ് പണിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടെ മഴയെന്ന് പറയുന്ന സാധനം പെയ്തിട്ടില്ല, ചെറുതായിട്ട് ഇരുണ്ട് വരുന്നതേ ഉള്ളൂ, പെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അമ്മയും അമ്മാമ്മയും കൂടെയൊക്കെ ബന്ധുക്കളെ കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മളത് അകത്തോട്ട് കയറി സത്യം പറയാമല്ലോ, അമ്മയുടെ ഫാമിലിയിലെ കല്യാണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആരെയും അങ്ങനെ അത്രയും പരിചയമൊന്നുമില്ല. അവിടെ കണ്ടതിലൊരു 5-6 പേരെ മാത്രമേ എനിക്കറിയാം. പിന്നെ അവിടെ അങ്ങനെ കണ്ടുകൊണ്ട് ഒക്കെ ഇരിക്കുകയാണ്. അങ്ങനെ കമ്പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ പോയി പോസ്റ്റ് അടിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള ഒരു ചെറിയ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ഞാൻ സദ്യ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ കുറച്ച് സദ്യ കൂട്ടാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുത്തെ സദ്യയും എല്ലാം കഴിച്ചതിന് ശേഷം അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു നേരെ ചെന്ന് കിടന്ന് ഉറങ്ങി. മൊബൈൽ ചാർജ് ഇട്ടിട്ട് നേരെ ചെന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണും. പിന്നെ നേരെ വീണ്ടും കുളിച്ചൊക്കെ ഒരുങ്ങിയിട്ട് നേരത്തെ ഇട്ടുന്ന ഡ്രസ്സ് തന്നെ എടുത്തിട്ട് നേരെ വലിയച്ഛൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അവിടെ നൂലുകെട്ട് ചടങ്ങുണ്ട്, അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുകൾ വരാൻ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ചേച്ചിയിലെ മോളെടുത്ത് അങ്ങനെ കളിച്ചുകൊണ്ടും ക്യൂടെക്സ് ഒക്കെ ഇട്ട് അതിനെ കളിയാക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. മണിയൻ ഗൈസ്, ആശിഷ് ഇതവിടെ നിൽക്കുന്നു. അതിന്റെ സന്തോഷം കാണു ഗൈസ്. എന്തിരുന്ന് ഓ, ഇനി മൊബൈൽ ഓണാക്കിയപ്പോ ഏതോ പട്ടിഷ കാണിക്കുന്നു. നമുക്ക് 4 പേർക്ക് ആദ്യം പോയി എന്തിനാണെന്ന് നോക്കാം. ആ, അത് ശരി. ഓ, ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഇനി വെച്ചിട്ട് പോ. ഓ, അത് തന്നെ, ഞാൻ വിളിച്ച് പോ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ പരിപാടി ഫുള്ള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കണ്ടില്ലേ, പള്ളിയിലച്ഛനും പിന്നെ ചേച്ചിയും അളിയനും ഭാവിയും അതോടൊപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇതിൻ്റെ ചടങ്ങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അവിടുന്ന് കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് മാറോടണച്ച് അനുഗ്രഹിച്ച ദൈവമായിരിക്കാൻ നന്ദിയോടങ്ങി സ്തുതിക്കുന്ന പ്രകാരം ജെയിംസ് ജോൺ എന്ന ഈ കുഞ്ഞിനെയും അവിടുത്തെ പരിശുദ്ധ കരത്തിൽ സമർപ്പിച്ച് ഈ കുഞ്ഞിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ദൈവകൃപയിൽ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ്
ആത്മാവിൽ ബലപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി മാതാപിതാക്കൾക്കും അതേ വല്യപ്പച്ചൻ വല്യമ്മച്ചമാർക്കും അതുപോലെ കുടുംബത്തിലെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി സഭയിൽ തഴച്ചു വളരുന്ന കുഞ്ഞായി വളരുവാൻ ദൈവം സഹായിക്കണം. പമ്പേർ ദോഷങ്ങളോ പിഴിശാപങ്ങളോ പൈശാചിക ബന്ധനങ്ങളോ വിടക്ക് കണ്ണുകളോ ഏതൊന്നുമില്ലാതെ കൃപയുടെ കരങ്ങളിൽ വഹിച്ച് അവിടുത്തെ കാവൽ മാലാഖമാരെ നിയോഗിച്ച് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ദൈവകൃപ കൊടുക്കുന്ന അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞിനെ ആഭരണം അണിയിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ദൈവിക സാന്നിധ്യം ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞതിന് ശേഷം ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്ന ചടങ്ങാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും പിന്നെ കൊച്ചിച്ചനും വലിയച്ചന്മാരും അതോടൊപ്പം തന്നെ കുഞ്ഞമ്മമാരും വലിയമ്മമാരും എല്ലാവരും കൂടെ ആയിട്ട് ഇതാ ഇവിടെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് വിളമ്പിക്കൊണ്ടാക്കി നിൽക്കുകയാണ്. അപ്പോൾ വേറെ ഇറച്ചിയായിരുന്നു ഗൈസ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ വിളമ്പി അതിൻ്റെ ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു. പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് കയറിയിരുന്നു ഗൈസ്. പിന്നെ ഒരു സൈഡിൽ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ നമ്മളിത് അവിടെ ചുമ്മാ സിറ്റോട്ടി കയറി ഇരിക്കുകയാണ് കേട്ടോ. മാസ് തന്നെ. ഓയ് പെൺപിള്ളേരല്ലേ? എന്ത് ഏത് വീഡിയോ? ഞാൻ പറയും ചേട്ടനും ജിഷാലെന്നും പറയും. അപ്പൊ എന്നോട് ചോദിക്കും മറ്റേ ബ്ലോഗർ ചേട്ടനാണോ? പിന്നെ എന്ത് ചെയ്യേ? മതി മതി കൂടി പോയി കണ്ടുപോലെ തോന്നുന്നു.
നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നേക്കുകയാണ്. അപ്പോൾ നാളെ എക്സാമാണ് ഗെയ്സ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നൊക്കെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും ഓണത്തിൻ്റെ കുറച്ച് വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.